പ്രണയം സീക്രട്ട് ആയിരുന്നോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് ഏതാ കുടുംബം? അച്ഛനമ്മ ലണ്ടനിലെ കുടുംബം തൈക്കാട് മഠം. അത് വൈദ്യന്മാരുടെ കുടുംബമല്ലേ? ഞാൻ അറിയും. ഇത് ലണ്ടനിലുള്ള തൈക്കാട് മഠം. ലണ്ടനിൽ തൈക്കാട്ട് മഠം. വീട് വെച്ചപ്പോ തൈയോട് തൈ വീടിന് ചുറ്റും, അങ്ങനെ കാട് പോലെ തൈ വളർന്നിട്ട് എല്ലാരും തൈക്കാടെന്ന് വിളിച്ചു. പിന്നെ വീടാണല്ലോ മഠം, അങ്ങനെ തൈക്കാട് മഠം. ആൾക്കാരത് കാണട്ടെ. കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. കല്യാണം കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ. കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ. കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ എന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ച് കുറച്ചു നേരം ഇതെടുത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. അല്ല, ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചോണ്ടേ വന്നപ്പോ തൊട്ട് എല്ലാരും ചോദിക്കുന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഈശ്വരാ, എന്തിനാണാവോ പുറപ്പാട്. അതുകൊണ്ട് ഇനി കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവിംഗ് അറിയാൻ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോ അറിയാണ്ട് നോ പാർക്കിങ്ങിലും കണ്ടും കൊണ്ടേ പാർക്ക് ചെയ്തോ. ഈ വണ്ടി ഓടിക്കൊണ്ടേ ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. ഇയാള് ഹസ്ബൻഡിന്റെ പേര് ഷാൽവിൻ. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഷാൽബിന് ഒരു കെന്നെ കിട്ടിയ പോലെ മണിക്കുട്ടന് ഒരു കിട്ടും. പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനുണ്ടോടാ? ശ്രാവണഗിരിയിലുള്ളവരൊക്കെ മര്യാദക്കാരും തറവാട്ടി പറഞ്ഞവരുവാ. തെരുക്കൂത്തുകാരെ വേണമെന്നുള്ളവര് കൃഷ്ണഗിരി തന്നെ പോണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.